സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ പ്രധാനപ്പെട്ട 5 ബമ്പർ ലോട്ടറികളിൽ ഏറ്റവും ജനപ്രീതി ഓണം ബമ്പറിനാണ്. ഓണം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടക്കുന്ന നറുക്കെടുപ്പിൽ 30 കോടി രൂപയാണ് വിജയിക്ക് സമ്മാനമായി ലഭിക്കുക. കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന സമ്മാനത്തുകയേക്കാൾ 5 കോടിയുടെ വർധനമാണ് ഇക്കുറിയുള്ളത്. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുമായാണ് 2026 ഓണം ബമ്പർ വിപണിയിലെത്തിയിരിക്കുന്നത്. സമ്മാനത്തുകയിലുണ്ടായ ഈ വർധനവ് ഒട്ടനവധി ആളുകളെ ടിക്കറ്റ് എടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ 500 രൂപ കൊടുത്ത് ഭാഗ്യപരീക്ഷണം നടത്തുന്നത് അബദ്ധമാണോ എന്ന ചിന്തയും പലർക്കുമുണ്ട്. 500 രൂപ നഷ്ടം വരാതിരിക്കാൻ ഷെയറിട്ട ബമ്പർ ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. ഇത്തരത്തിൽ ഷെയറിട്ട ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നത് പോലെയല്ല, ചില നിയമങ്ങൾ പാലിക്കേണ്ടതായി വരും. ഗ്രൂപ്പായി ടിക്കറ്റ് എടുത്താൽ ലോട്ടറി സമ്മാനം കൈപ്പറ്റുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ബാങ്ക് അക്കൗണ്ടും ലോട്ടറി ടിക്കറ്റും മറ്റ് വിവരങ്ങളുമെല്ലാം സമർപ്പിക്കുന്നതിനോടൊപ്പം ഗ്രൂപ്പായി ടിക്കറ്റ് എടുത്തവർ മറ്റു ചില രേഖകൾ കൂടി സമർപ്പിക്കണം. ഗ്രൂപ്പായി ടിക്കറ്റ് എടുത്തവർക്ക് ലോട്ടറി അടിച്ചാൽ അവർക്ക് ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ച് സമ്മാനം സ്വീകരിക്കാനാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാം. എന്നാൽ ജോയിന്റ് അക്കൗണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും ചേർന്ന് തീരുമാനിച്ച് ഒരാളുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയാൽ മതി. ശേഷം സമ്മാനത്തുക വാങ്ങാനായി ഒരാളെ ചുമതലപ്പെടുത്തിയ വിവരം 50 രൂപയുടെ മുദ്രപത്രത്തിൽ സാക്ഷ്യപ്പെടുത്തി എല്ലാവരും ചേർന്ന് ലോട്ടറി വകുപ്പിൽ സമർപ്പിക്കണം. ജോയിന്റ് അക്കൗണ്ടിലേക്കാണ് പണം വരുന്നതെങ്കിൽ ഒരാൾ ചുമതലയേൽക്കാൻ ഉണ്ടായിരിക്കണം. ജോയിന്റ് അക്കൗണ്ടിലെ എല്ലാ അംഗങ്ങളുടെയും വിവരങ്ങൾ മുദ്രപത്രത്തിൽ ഉണ്ടാകണം. അതേസമയം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന വ്യക്തി നിർബന്ധമായും ടിക്കറ്റിന്റെ പുറകുവശത്ത് പേര്, മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവ എഴുതിയിരിക്കണം. ടിക്കറ്റിന്റെ ഫോട്ടോ എടുക്കാനും കോപ്പി എടുത്തു വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. നറുക്കെടുപ്പിന് ശേഷം നിങ്ങൾക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ സമ്മാനം കൈപ്പറ്റുന്നതിനായുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷയിൽ നിങ്ങളുടെ പേരും മേൽവിലാസവും ശരിയായി രേഖപ്പെടുത്തണം. ഇതിനുശേഷം ലോട്ടറി ടിക്കറ്റിന്റെ 2 ഭാഗവും കോപ്പിയെടുത്ത് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുക. അപേക്ഷയോടൊപ്പം 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും സമർപ്പിക്കേണ്ടതുണ്ട്. ഇതിലും ഗസറ്റഡ് ഓഫീസ് ഒപ്പുവെച്ചിരിക്കണം. ലോട്ടറി വെബ്സൈറ്റിൽ നിന്ന് സ്റ്റാമ്പ് രസീത് ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൽ 1 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കാം. എല്ലാ കോളവും ശരിയായി പൂരിപ്പിക്കുകയും വേണം. അപേക്ഷയോടൊപ്പം നിങ്ങളുടെ പേരും വിലാസവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം വോട്ടർ ID, ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങി ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖയും ഹാജരാക്കണം. മാത്രമല്ല, ലോട്ടറി ടിക്കറ്റിലൂടെ ഭാഗ്യം നിങ്ങളെ തേടി എത്തുകയാണെങ്കിൽ സമ്മാനത്തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയതിനു ശേഷം വളരെ പതുക്കെ മാത്രമേ സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കാവൂ. പണം എങ്ങനെ ചെലവഴിക്കണമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടാവുന്നതാണ്. അതോടൊപ്പം സമ്മാനത്തുകയുടെ മുഴുവൻ ഒരിടത്ത് തന്നെ നിക്ഷേപിക്കാതെ സുരക്ഷിത മാർഗങ്ങളിലേക്ക് തുക വിഭജിച്ച് നിക്ഷേപം നടത്തുന്നതാണ് നല്ലത്. ലോട്ടറി സമ്മാനത്തിന്റെ നികുതി നിയമങ്ങൾ മനസ്സിലാക്കിയ ശേഷം സാമ്പത്തിക പദ്ധതി തയ്യാറാക്കുന്നതാണ് ഉചിതം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.